ഈ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപതിപ്പിക്കാമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു. ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോ സർക്കാരിന്റെ പണമാണ്. സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്. അവരാരും വീട്ടിൽ നിന്നല്ല ഇത് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റ് ഇതിന്റെ പേയ്മെന്റും കൊടുക്കാൻ പോകുന്നില്ല. അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. എന്നിട്ട് ഒരു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. ഇത്രയും ഒരു തരം താണ രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ആ പ്രചരണം നടത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. ഞങ്ങൾക്കത് വേണ്ട, ആ പണം വേണ്ട. ഇത്തരം ഒരു ഹീനമായ ഒരു 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 പ്രചരണം നടത്തി അതിന്റെ പണം ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച മാധ്യമങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും. അതായത് ശരിക്കും CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ബോണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിൽ തയ്യാറാക്കിയ സംഭവമാണ് ഇത്. അങ്ങനെ തന്നെ അത് കൊടുത്തിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു പരസ്യത്തിന്റെ രൂപമില്ലാതെ കൊടുത്തിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പരസ്യമാണെന്ന് മനസ്സിലാവില്ല. ഇതൊരു റിയൽ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലാണ്. അത് അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഞങ്ങളതിന് ലീഗലായിട്ട് നേരിടും. അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ പണം, നാട്ടുകാരുടെ പണമാണ്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. CPM കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, അവരെ കാശ് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ കൊടുക്കും. തെരഞ്ഞെടുപ്പാകുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കുക. അത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്, പാർട്ടിയുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. പാർട്ടി അക്കൗണ്ടിൽ നിന്നാണ് അതിലേക്ക് ഞങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത്. നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചല്ല പരസ്യം നിർത്തുന്നത്. തീർച്ചയായിട്ടും അതാണല്ലോ ചെയ്യുന്നത്. ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നെഗറ്റീവായിട്ട് നടന്നതുപോലെ ഒറിജിനൽ ആണെന്ന് രീതിയിൽ പരസ്യം നടത്തുകയാണ്. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി.